നാളത്തെ എൻ്റെ റിവർ ഇന്ത്യയിൽ എൻ്റെ 10,000 കിലോമീറ്റർ ആയിട്ട് എൻ്റെ ഫസ്റ്റ് ബഗ്ഗാണ്. അപ്പോൾ ഞാനത് ഷോറൂമിൽ വിളിച്ച് ആ പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വണ്ടി സ്റ്റാർട്ടാക്കാതെ കീ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ വരുന്ന ഒരു അലേർട്ടാണ് ഇത്. പക്ഷേ ഈ അലേർട്ട് പോവാതെ എങ്ങനെ തന്നെ നിൽക്കുകയാണ്. സർവീസ് സെന്ററിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് ആയിരുന്നു. കോൾ പോകുന്നു. ഹലോ, ഇപ്പൊ ഈ വണ്ടി മറ്റേ കീ ഓഫ് ആൻഡ് വെയിറ്റ് ഫോർ 5 seconds ഇല്ലേ, അങ്ങനെ കാണിച്ചു തന്നെ നിൽക്കുകയാണ്. ആ ഹലോ, സ്ലീപ്പ് മോഡ് ആക്കാൻ അറിയില്ല, അതെങ്ങനെയാ? സ്ക്രീനിന്റെ താഴെ 2 ബട്ടൺ ഉള്ളത്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വെച്ച് സ്വിച്ച് ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ ഒരു വെച്ചുള്ള സ്വിച്ചില്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ചിട്ട് നമ്മൾ 2 സ്വിച്ച് ഉണ്ട്, സെല്ലുണ്ട് സെറ്റ് ഉണ്ട്. ആദ്യത്തെ ബട്ടൺ സെല്ല് 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞ് ബ്ലിങ്ക് ആവും. അല്ല, തെളിഞ്ഞു വരും. 3 പ്രാവശ്യം CD പ്രസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് മോഡ് എന്ന് കാണിച്ചു. അതെങ്ങനെയാ? ഹോൾഡ് സെറ്റ് ഫോർ ഇനേബിൾ എന്ന് കാണിക്കുന്നു. സെറ്റ് പ്രസ് ചെയ്ത് 3 സെക്കൻഡ്. ബ്ലിങ്ക് ആവുന്നുണ്ടോ? ഓ, സെറ്റ് ആണല്ലേ, ഞാൻ മറ്റേതാണ് പ്രസ് ചെയ്ത്. ബ്ലിങ്ക് ആവുന്നുണ്ട്. ബ്ലിങ്ക് ആയിട്ട് നിൽക്കും. അത് പ്രസ് ചെയ്ത് തന്നെ വെക്കാം. ഇപ്പൊ അതിലേക്ക് കാണിക്കും കീ ഓഫ് ടു ഷട്ട് ഡൗൺ എന്ന് കാണിക്കും. എനിക്ക് കീ ഓഫ് ചെയ്യാം സാർ. കീ ഓഫ് ചെയ്തോ? എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സാർ ഒന്നും കൂടി ഒന്ന് കീ ഓൺ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ആയില്ലെങ്കിൽ പിന്നെ സാർ റോഡ് സൈഡ് അസിസ്റ്റന്റ് വിളിച്ച് വണ്ടി ഇവിടെ എത്തിക്കേണ്ടി വരും. ശരിയായോ ഇല്ലേ എന്നുള്ളത് ഇനി അറിയാൻ പറ്റുള്ളൂ. ശരിയായില്ലെങ്കിൽ അവർ പറഞ്ഞത് റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിച്ചിട്ട് വണ്ടി ഷോറൂമിൽ എത്തിക്കാനാണ്. നോക്കാം. പറഞ്ഞ പോലെ 5 മിനിറ്റ് കഴിഞ്ഞു. നോക്കാം. സെറ്റ് ആയിട്ടുണ്ട്, താങ്ക്സ് ടു റിവർ ഇന്ത്യ ടീം. അപ്പോൾ ഈ സമയത്ത് ഏകദേശം 6:30 കഴിഞ്ഞിട്ടാണ് അവർ കോൾ എടുത്തത്. അപ്പോൾ